നീയും ഫൈവ് ഫിംഗേഴ്സും കൂടി ആരെ ആക്രമിക്കാനാ ഇതിനകത്ത് പദ്ധതി ഇട്ടത്? പറയടി. പറയാൻ എനിക്ക് മനസ്സില്ല. പറയാൻ നിനക്ക് മനസ്സുണ്ടാവും. നിന്റെ ഫൈവ് ഫിംഗേഴ്സ് ഇങ്ങോട്ട് എത്തട്ടെ. അപ്പോഴേക്കും ഞാൻ വിളിച്ചറിയിച്ച എല്ലാ പ്രമുഖരും ഇവിടെ എത്തും. അതോടെ ഫൈവ് ഫിംഗേഴ്സിന്റെ ഈ പ്രേത നാടകത്തിന് ഇവിടെ തിരശ്ശീല വീഴും. നീ എല്ലാം കൂടി എന്നെ പേടിപ്പിച്ച ഞാൻ പേടിച്ചോടുന്നാണോ നീ വിചാരിച്ചേ? ഒരാളെ വിട്ടുപോയി. നമ്മുടെ ചെയർമാൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരറിഞ്ഞിട്ടെന്താ? ദൈവമേ, ജ്യോതിയുടെ കാര്യം കുഴപ്പമായല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആരായി സമയത്ത്? രാമ. അവനെന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? ചിലപ്പോ നമ്മളെ കാണാത്തോണ്ടായിരിക്കും. എടാ, ജ്യോതിയും റാമും എഫ് ബ്ലോക്കിൽ വെയിറ്റ് ചെയ്യല്ലേ? നീ അവരൊന്ന് തിരിച്ചു വിളിച്ചേ. സംസാരിച്ച് സമയം കളയണ്ട, വാ നമുക്ക് പോവാം. നീ ഫോണിങ്ങിതാ, ഇനി വിളിച്ചാൽ ഞാൻ എടുക്കാം. രാമാണല്ലോ. ഹലോ. ആ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കേ, ഞങ്ങളിതാ എത്തിക്കഴിഞ്ഞു. എന്ത്? ഭയങ്കര പ്രശ്നം. ജെയിംസ്, നമ്മുടെ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നത് നല്ലത്. ക്യാൻസൽ ചെയ്യാനോ? നമ്മളിപ്പോ എഫ് ബ്ലോക്കിലേക്ക് ചെല്ലണ്ടെന്ന് പറയാനാ റാം വിളിച്ചത്. അവിടെ എന്താ പ്രശ്നം? കുഴപ്പമായോ? ജ്യോതിയെ ദീപ പിടികൂടിയിരിക്കുന്നു. ജ്യോതിയെ ദീപ? നമ്മുടെ ഗോസ്റ്റ് ഡ്രാമയിലെ സകല വിവരങ്ങളും ദീപ അറിഞ്ഞു. അവളെ ജ്യോതി കെട്ടിയിട്ടിരിക്കുക. പ്രശ്നമായല്ലോടാ. ദീപ അറിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ഈ പ്രോഗ്രാം ലോകം മുഴുവൻ അറിയാൻ ഇനി അധിക സമയം വേണ്ട. ഇനി എന്ത് ചെയ്യും? നമ്മൾ അങ്ങോട്ട് ചെന്ന പോലീസിന്റെ പിടിയിലാവുമെന്ന് മുന്നറിയിപ്പ് തരാനാ റാം ഇപ്പൊ വിളിച്ചത്. അവളെയും റോസി പിടിയിൽ കിടത്തേണ്ടതുപോലെ കിടത്താത്തതിന്റെ കുഴപ്പമാണ് ഇതൊക്കെ. ജെയിംസ്, നമ്മുടെ സകല പ്ലാനിങ്ങും തെറ്റി. ഇനി എഫ് ബ്ലോക്കിൽ എങ്ങനെ ചെല്ലും? തിരിച്ചു പോകാനാണോ നിന്റെ തീരുമാനം? ഒരിക്കലും നമ്മൾ തിരിച്ചു പോകുന്നില്ല. മുൻപോട്ട് വെച്ച കാൽ മുൻപോട്ട് തന്നെ. അപ്പോ എഫ് ബ്ലോക്കിലേക്ക് തന്നെ പോയി പിടികൊടുക്കാനാണ് നിന്റെ തീരുമാനം? പിടികൊടുക്കാനല്ല പോകുന്നത്. നമ്മൾ പിടിക്കപ്പെടാതിരിക്കാൻ, നമ്മുടെ രഹസ്യങ്ങൾ കാട്ടുതീ പോലെ പടരുന്നത് കണ്ട് നമ്മൾ വെറുതെ നിൽക്കണോ? ഒരിക്കലും ഇത് സംഭവിക്കരുത്. സംഭവിക്കാൻ പാടില്ല. ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട് നടത്തിയ പടയൊരുക്കം ദീപയെ പോലൊരു പെണ്ണിന്റെ മുൻപിൽ ചീട്ടുകോട്ട പോലെ തകരാനുള്ളതല്ല. തകരാതെ എങ്ങനെ നോക്കും? എങ്ങനെ ജ്യോതിയെ രക്ഷപ്പെടുത്തും? അതിനകം പോലീസും പ്രിൻസി അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ? എത്തട്ടെ, എല്ലാവരും എത്തട്ടെ. അവരൊക്കെ ചെയ്യാനുള്ളത് ചെയ്യട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ നമുക്കും ചെയ്യാം. ജെയിംസ്, നീ എന്ത് ചെയ്യാനാ പോകുന്നത്? എന്താ നിന്റെ പുറപ്പാട്? എങ്ങനെ ഈ കടമ്പ കടക്കും? അതിന് നമ്മുടെ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? അതിന് കടന്നൊരു കൈയാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്. പക്ഷേ നമ്മുടെ നന്മ ജയിക്കാൻ നമുക്കത് ചെയ്തേ പറ്റൂ. ചെയ്യാതിരുന്നാൽ ഈ യുദ്ധത്തിൽ നമ്മൾ തോൽക്കും. ഫൈവ് ഫിംഗേഴ്സ് തോറ്റുപോകും. അത് പാടില്ല. എന്താ ശശി ഇവിടെ ഉണ്ടായത്? ദീപ എന്നെ വിളിച്ചു പറഞ്ഞതൊക്കെ ശരിയാണോ? അതോ അവൾ എന്നെ പറ്റിക്കാൻ പറഞ്ഞാണോ? വിളിച്ചു പറഞ്ഞല്ലേ ശരിയാ മാഡം. പക്ഷേ എന്താ, പോലീസ് എത്തിയോ?
കുരുളെവിടെ? എല്ലാവരും അകത്ത് തന്നെ ഉണ്ട് മാഡം. മാഡം വന്നാട്ടെ. സാർ, ഇവിടെ അങ്ങ് ഒന്നും കാണുന്നില്ല. ഒരുപക്ഷെ നമുക്ക് വന്ന കോൾ അനോണിമസ് ആയിരിക്കും. വല്ല തുമ്പും കിട്ടിയോ സർ? എന്ത് തുമ്പ് കിട്ടിയാൽ എന്താണ്? ഇതുവരെ പലതും കിട്ടിയിട്ട് എന്ത് പ്രയോജനം? ചുമ്മാ മനുഷ്യനെ ചീറ്റിയ. സർ, എവിടെയാ റോസിയുടെ ഗോസ്റ്റ്? ഗോസ്റ്റോ? അതെ, നിങ്ങളെയും ദീപല്ലേ വിളിച്ചു പറഞ്ഞത്? ഓ, അപ്പൊ മേഡത്തിനെ അവള് വിളിച്ച് പറഞ്ഞില്ല. അല്ല, ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് കോള് വന്നു. ഗോസ്റ്റിനെ ദീപ പിടിച്ചു കെട്ടിയെന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ പുറപ്പെട്ടു. ഇവിടെ വന്നപ്പോ ഗോസ്റ്റും ഇല്ല, ദേവിയില്ല. അപ്പൊ എന്റെ മോളെവിടെ? അതാണ് ഞങ്ങളും അന്വേഷിക്കുന്നത്. ദീപ ഇവിടെ വന്നതായിട്ടോ ഇവിടെ ഉണ്ടായിരുന്നതായിട്ടോ എന്തെങ്കിലും അടയാളം കിട്ടുമെന്ന് അന്വേഷിക്കുകയായിരുന്നു ഞങ്ങൾ. ഇവിടെ ആ കുട്ടി വന്നതായിട്ട് ഒരു തെളിവുമില്ല മാഡം. പ്രേതത്തെ കെട്ടിയിട്ടു എന്ന് പറയുന്ന ആ കയറ് പോലും ഇവിടെ കാണുന്നില്ല. റോസിയുടെ മുമ്പിലാണ് അവളെന്നും റോസെ പിടിച്ച് കെട്ടിയിട്ടിരിക്കാന്നൊക്കെയാ അവൾ എന്നെ വിളിച്ച് അറിയിച്ചത്. അത് പിന്നെ എന്തിനായിരുന്നു? അതാ എനിക്കും മനസ്സിലാവാത്തത്. റോസിയെ ദീപ കാണുന്നു, പിടിച്ചു കെട്ടുന്നു. നമ്മളെല്ലാവരും എത്തിയപ്പോഴേക്കും ദീപയില്ല, റോസിയില്ല. ഇതെന്താ മറിമായം? എന്തോ ഒരു പുകമറയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പോ അവൾ എല്ലാവരും വിളിച്ച് ചീറ്റ് ചെയ്യായിരുന്നു. ഞാൻ തന്നെ അവളെ വിളിക്കാം. വേണ്ട മേഡം, ഞങ്ങൾ ദീപയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. ആ ഫോൺ സ്വിച്ച് ഓഫ്. അതുകൊണ്ട് അപ്പൊ തന്നെ ഞാൻ ബോർഡിങ്ങിലേക്ക് വിളിച്ചു. ദീപ അവിടെയും ചെന്നിട്ടില്ലേ. അപ്പോഴല്ലേ രാജമ്മ പറഞ്ഞത് ഒരു സ്പെഷ്യൽ ട്യൂഷന്റെ കാര്യം. ആ നമ്പർ വാങ്ങി അങ്ങോട്ടും വിളിച്ചു, അവിടെയും ചെന്നിട്ടില്ല. ഇനിയിപ്പോ അവളുടെ പപ്പ? അവളുടെ പപ്പയാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. അവിടെ എത്തിയെങ്കിൽ ഞങ്ങൾ അറിയാതിരിക്കൂ. പിന്നെ അവൾ ഇവിടെ പോയി? അവൾക്ക് എന്താ സംഭവിച്ചത്? അവൾ ഇവിടുന്ന് തന്നെയാ എന്നെ വിളിച്ചത്. എന്റെ ബലമായ സംശയം. എന്താ ഗുരുളെ? മാഡം, വിവരം ഞങ്ങൾ കമ്മീഷണറെ അറിയിച്ചു. നടന്ന കാര്യങ്ങളും സാഹചര്യ തെളിവുകളും വെച്ച് നോക്കുമ്പോൾ ദീപ ദീപ ഷീസ് മിസ്സിംഗ്. എന്റെ മോള് അവള് മിസ്സാവേ? എങ്ങനെ? ആര്? ചിലപ്പോ റോസി അവളെ കിഡ്നാപ്പ് ചെയ്തതായിരിക്കും മേഡം. No, I can't believe it. മാഡം, റോസിയുടെ രൂപത്തെ അസ്വാഭാവികമായ ചുറ്റുപാട് നമ്മളൊക്കെ കണ്ടതല്ലേ. ചില സംഭവങ്ങളുടെ സൂക്ഷ്മവശങ്ങൾ പരിശോധിക്കുമ്പോൾ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതുൾപ്പെടെ നടന്നിരിക്കുന്ന പല കാര്യങ്ങളും. അതിനർത്ഥം എന്റെ മോളെ പ്രേതം പിടികൂടുന്നാണോ? എന്ത് സംഭവിച്ചാലും എനിക്ക് എന്റെ മകളെ കണ്ടെത്തണം. കണ്ടെത്തിയേ പറ്റൂ. ബൗറജ്, വാ. കുരുവിള സാറേ, അപ്പോ ദീപയെ റോസിയുടെ പ്രേതം തന്നെയാണോ പിടിച്ചോണ്ട് പോയത്? കേൾക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ പിന്നെ എന്താണോ വിചാരിക്കേണ്ടത്? എന്റെ ഈശ്വരാ, എന്നാ പിന്നെ ആ കുട്ടിയുടെ ഗതി എന്തായി കാണും?
5 fingers. അവരല്ലേ എന്നെ, അവരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. മൈ ഗോഡ്. അപ്പൊ ഞാൻ എന്റെ ഫോൺ എവിടെ? ഇതാണോ നീ അന്വേഷിക്കുന്ന സാധനം? എടാ, നീയാണല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം എന്തായാലും നടക്കാൻ പോകുന്നില്ല. നീ ദുഃഖിക്കും. എന്റെ ഫോണിൽ എടുക്ക, എടുക്കാൻ. തൽക്കാലം ഇത് നിനക്ക് തരാൻ ഉദ്ദേശമില്ല. ഇതെന്റെ കയ്യിലിരിക്കട്ടെ. അവൻ മാത്രമല്ല, കൂടെ ഞങ്ങളുണ്ടടി. നീയല്ലേ അവൻ? അതെ, ഞാൻ തന്നെ. ഞാനാണ് എയർ ബ്ലോക്കിലേക്ക് പോകാൻ അന്നൊരു ദിവസം ഓർമ്മയില്ലേ? ഇവൻ തന്നെയാണ് നീ റോസിയായ ജ്യോതിയെ പിടികൂടിയപ്പോ ഞങ്ങളെ തക്ക സമയത്ത് വിവരം അറിയിച്ചത്. അതുകൊണ്ടല്ലേ കൃത്യസമയത്ത് തന്നെ നിന്റെ പ്ലാൻ പൊളിക്കാനും ഞങ്ങളുടെ പ്ലാൻ നടപ്പാക്കാനും കഴിഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു? ഇതെന്റെ വീടാണ്. ഈ വീട്ടിലെ കുറച്ചു നാളത്തേക്ക് സുഖമായിട്ട് നിനക്ക് താമസിക്കാം. ഒരു കുറവും വരില്ല. You bloody rascals! നീയെല്ലാം കൂടി എന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കല്ലേ? Stupids! ഇതിനെ കിഡ്നാപ്പ് എന്ന് പറയണ്ട. ഇതൊരു സഹവാസം മാത്രം. യഥാർത്ഥ കിഡ്നാപ്പ് എന്താണെന്ന് നിന്നെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹവുമില്ല. പക്ഷെ സഹകരിച്ചില്ലെങ്കിൽ ശരിക്കുള്ള കിഡ്നാപ്പ് എന്താണെന്ന് നീ അനുഭവിക്കും. ഇപ്പൊ നീ വിളിച്ചില്ലേ റാസ്കൽസ് എന്ന്? അതിന്റെ അർത്ഥവും നീ ഇവിടെ നിന്ന് തന്നെ പഠിക്കും. എടാ, എന്നെ ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് വെക്കുന്നതിന് നീ എല്ലാം അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്റെ പപ്പ അറിഞ്ഞോണ്ടല്ലോ. നിന്റെ പപ്പ അറിഞ്ഞ ഒരു ചുക്കും സംഭവിക്കില്ല. ഞങ്ങൾ എവിടെയാണെന്ന് നിന്റെ പപ്പയ്ക്കോ പോലീസിനോ പോലും അറിയില്ല. പിന്നെയല്ലേ നീ. ഇപ്പൊ നിനക്ക് മാത്രമേ അതറിയൂ. അതുകൊണ്ട് ദീപ ചേച്ചി ഇവിടെ തന്നെ കുറച്ച് നാളും കൂടെ കിടക്കേണ്ടി വരും. എപ്പോഴും ബോർഡിങ്ങിലല്ലേ താമസം? ഒരു ചേഞ്ച് ആയിക്കോട്ടെ. ദേ, മര്യാദയ്ക്ക് എന്നെ പോവാൻ അനുവദിക്കണം. എനിക്ക് പോണം. ജെയിംസ്, നീ എന്നെ വിട്ടയക്കുന്നുണ്ടോ ഇല്ലയോ? തൽക്കാലം നിന്നെ വിട്ടയക്കാൻ സാധ്യമല്ല. ഞങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട രഹസ്യം കണ്ടെത്തിയ വ്യക്തിയല്ലേ നീ? വ്യക്തിയല്ല, ശത്രു. അങ്ങനെയുള്ള നിന്നെ വിട്ടയക്കാൻ കഴുതകളല്ല 5 ഫിംഗേഴ്സ്. ഈ രഹസ്യം നീ കണ്ടുപിടിക്കാൻ ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിന്നെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല. ഒരുപാട് പേര് ഉപദ്രവിച്ചു മോൾ. ചവിട്ടി ഭൂമിയോളം താഴ്ത്തി. ഇനി ഭൂമിക്കും താഴേക്ക് പോയിട്ട് മഹാബലി ചക്രവർത്തി ആകാനൊന്നും 5 ഫിംഗേഴ്സിന് ഉദ്ദേശമില്ല. അതുകൊണ്ട് നീ ഇവിടെ കിടക്ക്. നീ ഒട്ടും പേടിക്കണ്ട. ഞങ്ങളുടെ ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ നിന്നെ ഞങ്ങൾ വിട്ടയക്കും, ഉപാധികളോടെ. മനസ്സിലായോടി? അതിനു മുമ്പ് നീ എല്ലാം പിടിക്കപ്പെടും. എന്നെ കിഡ്നാപ്പ് ചെയ്താൽ നീയൊക്കെ ലക്ഷ്യത്തിലെത്തുന്നു വിചാരിക്കുന്നത് സ്വപ്നമാണ്, വെറും സ്വപ്നം. അത് നടക്കില്ല. നിർത്തടി. റോസി എഫ് ബ്ലോക്കിൽ നിന്ന് ഞങ്ങൾ തള്ളിയിട്ട് കൊല്ലുന്നത് നീ കണ്ടായിരുന്നോ? കാണാത്ത കാര്യം കണ്ടുവെന്ന് നീ എന്തിനാ കള്ളസാക്ഷി പറഞ്ഞത്? പറയടി. ഓഹോ, അപ്പൊ പറഞ്ഞതൊക്കെ മാറ്റി പറയിപ്പിക്കാൻ കൂടിയാണ് ഈ കിഡ്നാപ്പ്. എങ്കിൽ കാണട്ടെ, എന്നെ നിങ്ങൾ കൊന്നാലും ശരി, ഞാനത് മാറ്റി പറയില്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കാനൊന്നും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. കാണാത്ത കാര്യങ്ങളാണ് കണ്ടെന്ന് പറഞ്ഞത്. അതെല്ലാം കളവായിരുന്നു എന്ന് തെളിയിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഒപ്പം റോസിയുടെ യഥാർത്ഥ കൊലയാളിയെ പിടികൂടാൻ. അതിന് ഞങ്ങൾ ശ്രമിക്കും. തെളിയിക്കാതിരിക്കാൻ നീയും ശ്രമിക്കേ. കാണാം. ഇവിടെ കടന്നുവന്ന് ആരും നിന്നെ രക്ഷിക്കുമെന്ന് നീ കരുതണ്ട. നിന്റെ പപ്പയെന്നല്ല, ആർക്കും ഭേദിക്കാനാവില്ല 5 ഫിംഗേഴ്സിന്റെ ഈ പത്മവ്യൂഹം. വാ. നീ അവരോട് ഉടക്കാൻ നിൽക്കണ്ട. നീ എന്തിനാ ദീപ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോയെ? സ്വന്തം കാര്യം നോക്കി നടന്നാ പോരായിരുന്നോ? നീ നീ നന്നാവില്ലടി.
കനവിലെ